ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വർക്കൗട്ട് വീഡിയോകളൊന്നും തന്നെ ചെയ്യുന്നില്ല. പകരം ഞാനിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ജിമ്മിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പം ഞാൻ ഇപ്പം ഒരാഴ്ചയായിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ വീട്ടിനടുത്തുള്ള ജിമ്മ് തന്നെയാണ്. അപ്പം ഞാൻ നേരത്തെയൊക്കെ ഇവിടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വർക്കൗട്ടുകൾ ജിമ്മിലെ വർക്കൗട്ട് ഞാൻ നിർത്തി വെച്ചിരുന്നതാണ്. അപ്പം ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ ജിമ്മിൻ്റെ വ്ളോഗ്സുകളും വർക്കൗട്ട് വ്ളോഗുകളൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ജിമ്മ് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം വലിയ ജിമ്മൊന്നുമല്ല, ഒരു ചെറിയ ജിമ്മാണ്. ഒരുപാട് കുട്ടികളൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ജിമ്മാണ്. അപ്പം നമുക്ക് നേരെ ജിമ്മിലോട്ട് പോകാം, ജിമ്മിലെ വിശേഷങ്ങൾ കാണാം. ഇന്ന് തിരക്ക് അധികം ഉള്ള ദിവസമല്ല. ഓക്കെ, അപ്പോൾ ഇന്ന് 28 ഓണമൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഇന്ന് ആൾക്കാരൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് സൗകര്യപ്രദമായിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു, ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. എൻ്റെ ജിമ്മാണ്. എൻ്റെ ജിമ്മെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ജിമ്മാണ്. ഓക്കെ, അപ്പം ജിമ്മിലെ വിശേഷങ്ങൾ, ജിമ്മിലെ എക്യുപ്മെൻറ്റ്സുകളൊക്കെ നമുക്ക് പരിചയപ്പെടാം. നേരെ നമുക്ക് ജിമ്മിലോട്ട് പോകും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ജിമ്മിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ജിമ്മിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പം സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകണം. ഇതാണ് നമ്മളെ വെൽക്കം ചെയ്യുന്ന ഫോട്ടോ. അതിനുശേഷം നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈഗ്രീൻ്റെ ഒരു ഫോട്ടോയാണ്. ഇതാണ് കൈഗ്രീൻ. ഓക്കെ, നല്ല മസ്കുലറായിട്ടുള്ള ബോഡിയൊക്കെ കാണിച്ചിട്ട് അതിപ്രശസ്തനായിട്ടുള്ള ഒരു ബോഡി ബിൽഡറാണ്. ഇതാണ് നമ്മുടെ ജിമ്മ് പെർഫെക്റ്റ്. ഓക്കെ, ഇത് നമ്മുടെ കൊല്ലം ജില്ലയിലെ അഞ്ചാലുമൂട് താമിക്കുമുക്ക് എന്ന് പറയുന്ന ഭാഗത്താണ് ഈ ജിമ്മുള്ളത്. ഓക്കെ, പെർഫെക്റ്റ് ജിംനേഷ്യം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ നേരെ എൻട്രൻസൊക്കെ കടന്ന് അകത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു സ്ഥലമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതും കഴിഞ്ഞിട്ട് നമ്മുടെ ജിമ്മിനകത്തോട്ട് നമുക്ക് പ്രവേശിക്കാം. അപ്പം ഞാൻ ജിമ്മിനകത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ ആൾക്കാർ കുറവാണ്. ഓക്കെ, 1-2 പേരേ ഉള്ളൂന്ന്. അപ്പം നമ്മൾ ചെന്ന് കയറുന്നത് നമ്മൾ ബെഞ്ച് പ്രസ് ചെയ്യുന്ന മെഷീനുള്ള ഭാഗത്താണ്. ഓക്കെ, നമ്മുടെ ഫ്ലാറ്റ് ബെഞ്ച് പ്രസ് ചെയ്യുന്ന ഭാഗത്തോട്ടാണ്. ഇതാണ് ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെസ്റ്റിന് വേണ്ടി ചെയ്യുന്ന വർക്കൗട്ട് ചെയ്യുന്ന ഭാഗമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തായിട്ട് കിടക്കുന്ന മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോവർ ചെസ്റ്റിൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലമാണ്. ഓക്കെ, നമ്മുടെ ലോവർ ചെസ്റ്റിന് വേണ്ടി ചെയ്യുന്ന ഭാഗം. അതിനുശേഷം അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് കിടക്കുന്നത് നമ്മുടെ അപ്പർ ചെസ്റ്റിന് വേണ്ടിയിട്ടുള്ള അപ്പർ ചെസ്റ്റിന് വർക്കൗട്ട് ചെയ്യുന്ന നമ്മുടെ ബെഞ്ചാണ് കിടക്കുന്നത്. ഓക്കെ, ഇതാണ് ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് കടന്ന് ചെല്ലുമ്പോൾ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെയ്റ്റുകളൊക്കെ നമ്മൾ സൂക്ഷിക്കുന്ന നമ്മുടെ ഭാഗമാണ്. ഓക്കെ, നമ്മുടെ പ്ലേറ്റ്സുകളൊക്കെ വെക്കുന്ന ഭാഗം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ക്വാട്ട് ചെയ്യുന്ന ഭാഗമാണ്. ഓക്കെ, നമ്മൾ സ്ക്വാട്ട് ചെയ്യുന്ന നമ്മുടെ ഒരു ഏരിയയാണ് ഇത്. അടുത്തതായിട്ട് സ്മിത്ത് മെഷീനാണ് ഇരിക്കുന്നത്. ഓക്കെ, സ്മിത്ത് മെഷീൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വർക്കൗട്ടുകൾ ചെയ്യുന്ന ഒരു മെഷീനാണ് സ്മിത്ത് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്മിത്ത് മെഷീനുണ്ട്. അപ്പം ഇവിടെയൊക്കെ ആയിട്ട് ഓരോ മെഷീനുണ്ട്. അവിടെ നമ്മുടെ ഒരു കൂട്ടുകാരനോടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ, ഏരിയയൊക്കെ നല്ലോണം ഉണ്ട്. അപ്പം അടുത്തായിട്ട് നമ്മൾ ലെഗ് പ്രസ്സിൻ്റെ ആ ഒരു മെഷീൻ ഇരിക്കുന്ന ഭാഗത്തോട്ടാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ ലെഗ് പ്രസ് മെഷീൻ എന്ന് പറയുന്നത്. ഞാനിപ്പം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ചയുള്ള അതുകൊണ്ട് ലെഗ് പ്രസ്സിലോട്ടും ലെഗിൻ്റെ വർക്കൗട്ടുകളിലോട്ടൊന്നും പോയിട്ടില്ല ഇതുവരെയൊക്കെ. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ അതും കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോവുകയാണ്. നമ്മുടെ ലാറ്റ്സിന് വിങ്സിനൊക്കെ ചെയ്യുന്ന ഭാഗമാണ്. ഓക്കെ, നമ്മുടെ ലാറ്റ് പുൾ ഡൗൺ ഒക്കെ ചെയ്യുന്ന ഭാഗം ഇവിടെയാണ് ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ലാറ്റ് പുൾ ഡൗൺ ചെയ്യുന്ന മെഷീൻ ഇരിക്കുന്ന ഭാഗമാണ്. ഓക്കെ, ഇതാണ് ആ ഒരു മെഷീൻ എന്ന് പറയുന്നത്. മൊത്തം ഗ്ലാസ് ആണ് കേട്ടോ, ഫുള്ള് ഗ്ലാസ് ഒക്കെ ഇട്ട് അടിപൊളി ജിമ്മാണ്. ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് ലിബിൻ എന്ന് പറയുന്ന ഒരു കക്ഷിയാണ്. അദ്ദേഹം വർഷങ്ങളായിട്ട് ഈ ജിമ്മിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് 2-3 ജിമ്മുകൾ വേറെ ഉണ്ട്. ഇതാണ് നമ്മുടെ അടുത്ത ഒരു മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ പെക്ടൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ഓക്കെ, നമ്മുടെ ചെസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പെക്ടൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അടിപൊളി മെഷീനാണ്. ഓക്കെ, സൂപ്പർ മെഷീനാണ്. എല്ലാ മെഷീൻസും സൂപ്പറാണ്, അടിപൊളിയാണ്. ഇത് നമ്മൾ ഒരു ബെഞ്ചാണ് ചെസ്റ്റിന് ചെയ്യുന്ന. ഓക്കെ, അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് മെഷീനറീസുകൾ അവൈലബിൾ ആണ് നമുക്ക്. ഓക്കെ, ഇവിടെയുണ്ട്. ഇവിടെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള മെഷീൻ ഇരിക്കുന്നത്. നമ്മുടെ പുള്ളപ്പ് ബാറൊക്കെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന മെഷീനുണ്ട്. പിന്നെ നമ്മുടെ ട്രൈസെപ്സ്, ബൈസെപ്സ് ഒക്കെ ചെയ്യുന്ന മെഷീനാണ് അവിടെ ഇരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ
നമ്മുടെ ലെഗിന് വേണ്ടി ചെയ്യുന്ന മെഷീനുകളുണ്ട്, വേറെ ഇരിപ്പുണ്ട്. ഓക്കെ, നമ്മുടെ തൈക്കൊക്കെ വേണ്ടി ചെയ്യുന്ന മെഷീൻസ്. അടിപൊളി ജിമ്മാണ് കേട്ടോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ജിമ്മാണ്. നല്ല അടുക്കും ചിട്ടയോടും കൂടി സൂക്ഷിച്ചിരിക്കുന്ന ഒരു ജിമ്മാണ്. അദ്ദേഹം വളരെ കെയർഫുള്ളായിട്ട്, വളരെ ശ്രദ്ധാപൂർവം, വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ജിമ്മാണ്. അപ്പം അതും കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഡംബിൾസിൻ്റെ റാക്കൊക്കെ ഇരിക്കുന്ന ഭാഗമാണ്. ഓക്കെ, ഡംബിൾസുകൾ ഒരുപാട് ടൈപ്പുണ്ട്. 2.5 കിലോയിൽ തുടങ്ങി ഏകദേശം 40-45 കിലോ വരെയുള്ള ഡംബിൾ സെറ്റുകളുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ലാറ്റ്സിനൊക്കെ വേണ്ടി ചെയ്യുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഡംബിൾസൊക്കെ വെച്ചിരിക്കുന്ന ഭാഗമാണ്. കണ്ടോ, ഇന്ന് ജിമ്മിൽ നിങ്ങൾക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല, കാരണം എല്ലാവരും ഇന്ന് വളരെ കുറഞ്ഞ ആൾക്കാരാണ്. കാരണം ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു 6 മണിയായിട്ടുള്ള സമയമാണ്. പക്ഷെ നല്ല ആൾ ഉണ്ടാവേണ്ട സമയമാണ്. പക്ഷേ ഇന്നെന്തോ ആൾ വളരെ കുറവാണ്. ഞാൻ പറഞ്ഞ കണക്കിന് 28 ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബെഞ്ചുകളാണ്. ഓക്കെ, കണ്ടോ, 1-2 പേരേ ഉള്ളൂ. ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ജിമ്മിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. അപ്പം കണ്ടല്ലോ, അടിപൊളി ജിമ്മാണ് കേട്ടോ, സൂപ്പർ ജിമ്മാണ്. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ജിമ്മാണ്. നല്ല ട്രെയിനർ അവൈലബിൾ ആയിട്ടുള്ള ജിമ്മാണ്. നല്ലൊരു പയ്യനുണ്ട് ട്രെയിനറായിട്ട്. പുള്ളി അല്പം നേരത്തെ വീട്ടിൽ പോയിട്ടുണ്ട്. ഓക്കെ, കാരണം നിൽക്കുന്നവരെല്ലാം വർക്കൗട്ട് അറിയാവുന്നവരാണ്, അവർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ എൻ്റെ ഓണർ അദ്ദേഹം ഇടയ്ക്കിടയ്ക്കൊക്കെ വരികയുള്ളൂ. ഓക്കെ, അദ്ദേഹത്തിന് വേറെ ജിമ്മുകളുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഇനിയിപ്പം നമുക്ക് ഈ ജിമ്മിൽ വർക്കൗട്ട് വീഡിയോസുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം, നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, അടിപൊളിയായിട്ടുള്ള വർക്കൗട്ട് വീഡിയോസുകളൊക്കെ ചെയ്യാം. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.